പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ കുമ്പിച്ചൽ കടവിൽ നിന്ന് 4 ബസ് ഈ മുഖം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇന്നലെ വൈകുന്നേരം മുതൽ പരിചിതമാണ്. ഇത് ആതിര ഗ്രേസ്, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ വെള്ളറട ഡിവിഷനിലെ CPIMന്റെ പ്രതിനിധിയായി വിജയിച്ച ആളാണ്. ഇന്നലെ അമ്പൂരിയിലെ ഒരു പാലം ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്തേക്ക് സെൽഫി എടുക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹം അതിന് വിസമ്മതിക്കാതെ നടന്നു പോകുന്ന ദൃശ്യങ്ങളിൽ കണ്ടിട്ടാകും. ആ ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. സത്യത്തിൽ എന്താ സംഭവിച്ചത്? ഇന്നലെ കുമ്പിച്ചൽ കടവ് പാലം എന്ന് പറയുന്നത് പതിറ്റാണ്ട് കാലത്തെ ഒരു നാടിന്റെ സ്വപ്നമാണ്. അപ്പോൾ അത് സാക്ഷാത്കാരം എന്ന് പറയുന്നത് അതൊരു സ്വപ്നം തന്നെയാണ്, നമ്മുടെ ഒരു റിയാലിറ്റിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നത്. അപ്പോൾ അത്രയും വലിയൊരു പരിപാടിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരു ഉത്സവത്തിന്റെ ഒരു ആഘോഷമായിരുന്നു. ഇന്നലെ തന്നെ CM വരുന്ന പരിപാടിക്ക് 5000-ഓളം ആൾക്കാരായിരുന്നു അവിടെ പങ്കെടുത്തിരുന്നത്. അപ്പോൾ ഇന്നലെ ഇത് വലിയൊരു വികസനത്തിന്റെ ഒരു പരിപാടി, അത് ഒരു പരിപാടി മാത്രമല്ല നമ്മുടെ ഉദ്ഘാടനം ചെയ്ത്, റോഡുകളും മറ്റു പരിപാടികളുടെ ഒക്കെ ഉദ്ഘാടന ചടങ്ങായിരുന്നു. അപ്പോൾ അതിന്റെ ഇടയിൽ ചെറിയൊരു വിവാദം, അതിനൊരു വലിയൊരു വിവാദമാക്കി മാറ്റിയതിനോട് തന്നെയാണ് വലിയൊരു ദുഃഖമായിട്ട് അല്ലെങ്കിൽ ഒരു ഖേദം പ്രകടിപ്പിക്കേണ്ടത്. അപ്പോൾ അത് സംഭവം എന്ന് പറയുന്നത് ഈ കാണുന്നത് പോലെ ഒന്നും അല്ല നടന്നിട്ടുള്ളതെന്ന് വ്യക്തമാണ്. സെൽഫി എടുക്കാൻ പോയതും അല്ല, ഫോൺ കോൾ വന്നു. ആ സമയത്ത് ഒരു നിവേദനം കൊടുക്കാനായിട്ട് പോയിരുന്നു, തിരക്കായിരുന്നു CMന്. വേറെ ഒരു വിവാദമായിട്ടോ അതിനൊരു മറ്റു രീതിയിൽ വളച്ചൊടിക്കാൻ സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിക്കുകയൊന്നും അല്ല, ഒന്നും ഞാൻ സെൽഫി എടുക്കട്ടെ എന്ന് ഒന്നും ചോദിച്ചിട്ടില്ല. അതില് ഞാൻ എന്റെ കയ്യിൽ ഫോൺ ഇരുന്നത് കൊണ്ട് ഒരു തെറ്റിദ്ധാരണയിലോട്ട് അങ്ങനെ സംസാരിക്കാൻ ഒരു നിവേദനം നമ്മുടെ ആ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രസിഡന്റ് മുന്നേ ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജില്ലാ പഞ്ചായത്ത് എന്ന രീതിയിൽ ആ നിവേദനം പറ്റിയിട്ട് ഒരു നിവേദനം എന്റേതായിരുന്നു. അതിനെ പറ്റി ഞാൻ സംസാരിക്കാനായിട്ട് പോയതായിരുന്നു. നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനായിരുന്നു. അപ്പം CMഉം ഫോട്ടോ എടുക്കാനാണെന്ന് വിചാരിച്ചിട്ടുണ്ടോ? CM ഫോട്ടോ എടുക്കാൻ ഇല്ല, ഞാൻ പറഞ്ഞപ്പോ തന്നെ പറഞ്ഞു അത് ഗവൺമെന്റ് കയ്യിൽ കൊടുത്തിട്ടുണ്ട് എന്ന രീതിയിൽ സംസാരിച്ചിട്ട് CM പോയായിരുന്നു. അതിന് വേറെ രീതിയിൽ വിവാദമായിട്ട് മാറി നിൽക്കാൻ അപ്പൊ പറഞ്ഞു. ഇല്ല ഒന്നും പ്രത്യേകിച്ചായിട്ട് ഒന്നും എന്റെ അടുത്ത് സംസാരിച്ചില്ല. നമുക്ക് അതിനകത്ത് ആ വീഡിയോ കാണുമ്പോൾ അങ്ങനെ അത് അങ്ങനെ രീതിയിൽ തെറ്റിദ്ധാരണയായിട്ട് തോന്നുന്നു. അത് കേൾക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അത് നമ്മുടെ ഇത്രയും നല്ലൊരു സൗണ്ടും ക്രൗഡായിട്ട് നിന്നൊരു സമയത്തായിരുന്നല്ലോ. അപ്പം നല്ല തിരക്കായിട്ടിരുന്ന ഒരു സമയമായിരുന്നു അത്. അപ്പം അതിനുശേഷം പാർട്ടി നേതാക്കളൊക്കെ സംസാരിച്ചു. സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നു 25 വയസ്സേ ഉള്ളൂ. ഈ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആണ്. അപ്പൊ CM അങ്ങനെ കാണിച്ചു. അപ്പൊ ബുദ്ധിമുട്ട് തോന്നിയോ? പാർട്ടി നേതാക്കളൊക്കെ സംസാരിച്ചോ? ഇല്ല, സംഭവം ഇന്നലെ അവിടെ നിന്ന് എല്ലാവർക്കും അറിയാന്നുള്ള കാര്യമാണ്. സെൽഫി എടുക്കാൻ പോയതും അല്ല, വേറൊരു സംഭവമേ അല്ല എന്ന രീതിയിൽ എല്ലാവർക്കും അറിയാന്നുള്ള കാര്യം. അത് പുറത്തൊരു വീഡിയോ ക്ലിപ്പ് ഇറങ്ങിയപ്പോഴാണ് ഇത്രയും വിവാദമായത്. അത് ഇത്രയൊരു വികസന പരിപാടിയിൽ അവർ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് കൊണ്ട് ഇന്നലെ വിവാദത്തിലേക്ക് കൊണ്ടുപോയതിൽ വലിയൊരു ദുഃഖം തന്നെയാണുള്ളത്. കാരണം നമ്മുടെയൊക്കെ 3 ദിവസം കൊണ്ട് ആ കുമ്പിച്ചൽ കടവിൽ പാലത്ത് തന്നെയായിരുന്നു. അത്രയും വലിയൊരു സ്വപ്നമാണ് നമ്മുടെയൊക്കെ. അപ്പോൾ അതിനൊരു വേറൊരു രീതിയിലാക്കിയതിലും ഭയങ്കര ഒരു വിഷമമുള്ള ഒരു കാര്യമാണ്. ലീഡേഴ്സ് എല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും അറിയാം അവിടെ നിന്ന് ഒരു സംഭവം ഇതല്ല എന്ന കാര്യം അറിയാം. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. CMനെ കാണാനുള്ള അവസരം അവസരമൊക്കെ ഉണ്ട്. നേതാക്കൾ അങ്ങനെ പറഞ്ഞോ? ഇല്ല അത് വിളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ സംസാരിക്കുന്നുണ്ട് അവരോട്. CMനോട് സംസാരിക്കും. വിളിക്കാൻ പറഞ്ഞോ? അല്ല, CM വിളിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. CM ഇങ്ങോട്ട് വിളിക്കും. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറും. അപ്പൊ കാണുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുള്ളതേ ഉള്ളൂ. അപ്പൊ എനിക്കും അവിടെ CMനും തമ്മിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മുടെ നിവേദനം കൊടുത്തു, അത്രേ ഉള്ളൂ. വേറൊരു സംഭവം അവിടെ നടന്നിട്ടില്ല. അപ്പൊ കാണുന്നവർക്കുള്ള ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. CM വിളിക്കും എന്ന് ജില്ലാ സെക്രട്ടറി ആണോ പറഞ്ഞത്? ഇല്ല, ഞാൻ അതൊന്നും പറയാൻ ഞാനിപ്പോ ആഗ്രഹിക്കുന്നില്ല. വേറെ കാര്യങ്ങൾ ഇന്ന് വിളിക്കോ? എന്താ പറഞ്ഞേ? ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളിലോട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇവിടെ നടന്ന ഒരു നെഗറ്റീവ് ആ ഒരു സംഭവത്തിന് ഞാൻ ക്ലിയർ ചെയ്തെന്നേ ഉള്ളൂ. മറ്റു കാര്യങ്ങൾക്ക് എന്റെ പേഴ്സണൽ കാര്യങ്ങളായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതാണ് ഇന്നലെ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായ ഒരു വിഷ്വലാണ്. അതിലെന്താണ് സംഭവിച്ചത് എന്നതാണ് ആതിര പറഞ്ഞത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു MLനൊപ്പം റിപ്പോർട്ടർ അഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.